നമസ്കാരം, ഞാൻ അജുബായിരുന്നു. നടൻ പൃഥ്വിരാജിന് പണി കിട്ടി, അല്ലെങ്കിൽ നല്ല ഭാഷയിൽ പറഞ്ഞാൽ ആദായ നികുതി ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നില്ല ഇത്രയും ബിസിനസ് മൈൻഡുള്ള, ഇത്രയും കാര്യവിവരമുള്ള ഒരു നടൻ, പ്രൊഡ്യൂസറും നിർമ്മാതാവും ഒപ്പം നടനുമായ, ഇത്രയധികം സിനിമയെ അരിച്ചും ഗുണിച്ചുമൊക്കെ പഠിക്കുന്ന പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആ പ്രൊഡ്യൂസർ എന്തെങ്കിലും തട്ടിപ്പ് നടത്താൻ വേണ്ടി ഇൻകം ടാക്സുകാരെ തട്ടിക്കുമെന്നോ അതിനുവേണ്ടി എന്തെങ്കിലും സൂത്രപ്പണി ചെയ്യുമെന്നോ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രമേൽ സിനിമയെ അടുത്തറിയാൻ, പല തരത്തിൽ അടുത്തറിയാൻ ശ്രമിക്കുന്ന ഒരാളെ പൃഥ്വിരാജ് കഴിഞ്ഞിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. എല്ലാ രീതിയിലും പഠിക്കാൻ വേണ്ടി, സംവിധാനമാണെങ്കിലും ആ സിനിമ എങ്ങനെ എടുക്കണം എന്നുള്ള രീതിയിലാണെങ്കിലും എല്ലാം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെന്ന് നിൽക്കെ എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ പൃഥ്വിരാജ് ഒരിക്കലും വെട്ടിപ്പ്, എന്തെങ്കിലും ഒരു സാങ്കേതിക തടസ്സമോ അല്ലെങ്കിൽ സാങ്കേതിക തകരാറോ അല്ലെങ്കിൽ മറന്നു പോകാനും സാധ്യതയില്ല. കാരണം പൃഥ്വിരാജ് എന്ന മനുഷ്യൻ അത്രമേലാണ് ഒരു സിനിമയെ കൃത്യമായി എല്ലാം അനലൈസ് ചെയ്ത് എല്ലാം കൃത്യമായി ഓരോന്നും. ഇപ്പം ഞാൻ പൃഥ്വിരാജിനെ കുറിച്ച് കേട്ടിട്ടുള്ളത്, ഈ പറയുന്ന പൃഥ്വിരാജ് ഒരു പ്രൊഡ്യൂസറും കൂടി ആയതുകൊണ്ട് ഒരു മീൻ അവിടെ ലൊക്കേഷനിലേക്ക് ഒരു മീൻ മേടിച്ചാൽ പോലും, കറി വെക്കാൻ മീൻ മേടിച്ചാൽ പോലും അതുവരെയും പൃഥ്വിരാജ് അന്വേഷിക്കും. വെറും ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല, ആ സിനിമയ്ക്ക് വരുന്ന ഒരു കറി വെക്കുന്ന മീൻ വരെയും കൃത്യമായിരിക്കണം, നല്ലതായിരിക്കണം എന്ന് ആരും ക്വാളിറ്റിയെക്കുറിച്ച് കുറ്റം പറയത്തില്ല അല്ലെങ്കിൽ പറയരുത് എന്ന് നിർബന്ധമുള്ള ഒരു പ്രൊഡ്യൂസർ ഈ ആദായ നികുതി തട്ടിപ്പ് നടത്തുമെന്നോ അതിനുവേണ്ടി ആരെയെങ്കിലും സ്വാധീനിക്കുമെന്നോ അല്ലെങ്കിൽ ആരെയെങ്കിലും കൊണ്ട് അത് ചെയ്യിക്കുമെന്നോ എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നില്ല. 30-ാം തീയതി, ഈ മാസം ഏപ്രിൽ 30-ാം തീയതി നോട്ടീസിന് മറുപടി പറയണം എന്നാണ് റിപ്പോർട്ടുകൾ. അപ്പം എൻ്റെ പക്ഷം ഒരിക്കലും എന്താണ് ഇതിൻ്റെ പിന്നിൽ നടന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നിൽ, ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്താണ് സത്യം എന്ന് നമുക്കൊരിക്കലും അറിയത്തില്ല. എന്തായാലും പൃഥ്വിരാജ് എന്ന പ്രൊഡ്യൂസർ ഒരിക്കലും ഒരു സിനിമയെ ഇത്രമേൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ഇങ്ങനെ ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും അത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നല്ല ഇടിയും മഴയും വരുന്നു, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ സംസാരിക്കാമായിരുന്നു. ഏതായാലും കാലം തെളിയിക്കട്ടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ. അതിൻ്റെ കൂടെ ഈ നമ്മുടെ ഫ്ലവേഴ്സ് ചാനലിലെ മുതലാളി ഗോകുലൻ ഗോപാലനും ഏതാണ്ട് ആദായ നികുതി ഓഫീസർ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്, കാരണം കാണിക്കാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഈ മറ്റേ പൃഥ്വിരാജിന് എത്ര രൂപയാണ് പിഴയിട്ടത് എന്ന് അറിയത്തില്ല. ഏതായാലും അതിൻ്റെ റിപ്പോർട്ട് വരുന്നതേ ഉള്ളൂ, നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും എൻ്റെ പക്ഷം ഇതൊരിക്കലും പൃഥ്വിരാജിനോട് ഇഷ്ടക്കൂടുതലുകൊണ്ടോ അങ്ങനെയൊന്നും ഉണ്ടാക്കിയ വീഡിയോ അല്ല, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഉള്ളിൽ എന്ത് തോന്നുന്നു അതാണ് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പൃഥ്വിരാജ് എന്ന സിനിമയെ
അരച്ച് കലക്കി കുടിച്ചു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളെ ഒരിക്കലും ഒരു തട്ടിപ്പ് നടത്തും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇത് വീണ്ടും അത്രയും ആത്മവിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇത് പറയുന്നത്. എനിക്ക് പൃഥ്വിരാജിനെ വ്യക്തിപരമായി അറിയത്തില്ല. നിങ്ങളിൽ പലരെയും പോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടിട്ടുള്ളൂ, അദ്ദേഹത്തിൻ്റെ ഡയലോഗ് മാത്രമേ കേട്ടിട്ടുള്ളൂ. പൃഥ്വിരാജിനെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, കാണാൻ ഒത്തിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ചേട്ടൻ ഇന്ദ്രയത്തിനെ ഒരു കീർത്താമസത്തിന് പോയപ്പോൾ കാണാൻ പറ്റി. നമ്മുടെ പ്രശാന്ത് അലക്സാണ്ട്രയിലെ നമ്മുടെ ആക്ഷൻ ഹീറോ ബിജുവിനകത്ത് മറ്റേ ബിജു പൗലോസ് എന്ന് പറഞ്ഞ ആ പോലീസുകാരൻ നിവിൻ പോളിയുടെ കഥാപാത്രം തെറി പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. ജോസ് പൊറ്റക്കുഴി എന്നല്ലേ അതിൻ്റെ പേര്. ആ രാഷ്ട്രീയക്കാരൻ്റെ പേര് ജോസ് പൊറ്റക്കുഴി എന്നാണ് ആ സിനിമയ്ക്കകത്ത്. അപ്പോൾ ആ രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കുന്ന പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ കയറുതാമസത്തിന് പോയി ഇന്ദ്രയത്തിനെ കണ്ടു. ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റി എന്നതിൽ കവിഞ്ഞ് എനിക്ക് പൃഥ്വിരാജുമായി വ്യക്തിപരമായി യാതൊരു ബന്ധവുമില്ല. എന്നാലും പൃഥ്വിരാജ് എന്ന മനുഷ്യനെ അടുത്തറിയാൻ ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, പത്രമാധ്യമങ്ങളിൽ കൂടെയും സിനിമയിൽ കൂടെയും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ഒരിക്കലും പൃഥ്വിരാജ് ഈ കുറ്റം അല്ലെങ്കിൽ പൈസ വെട്ടിക്കത്തില്ല എന്നെനിക്ക് ഉറപ്പാണ് എന്നൊരിക്കൽ കൂടി പറയും. അപ്പോൾ സന്തോഷം, പൃഥ്വിരാജിനും സന്തോഷം വരുന്ന വാർത്ത വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ.